ഹലോ മുത്തുമണീസ്. അപ്പോൾ ഇപ്പം കുറേ നാളായിട്ട് എൻ്റെ നൈറ്റിലെ ഹോബി എന്ന് പറയുന്നത് പുസ്തക വായനയാണ്. എനിക്കിഷ്ടമാട്ടോ വായിക്കാൻ. വായിക്കുന്നതെന്ന് വെച്ചാൽ ആരുമില്ലാത്തൊരു അന്തരീക്ഷമായിരിക്കണം. പക്ഷെ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാവും. അവരിൽ ഉറങ്ങിക്കഴിഞ്ഞ് സമാധാനത്തോടുകൂടി നല്ല ഫ്രഷായി വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ആടുജീവിതമാണ്. എല്ലാവർക്കും അറിയാം, പൃഥ്വിരാജ് അഭിനയിച്ചൊരു സിനിമയാണ്. ഈയിടെയായിട്ട് വൻ ഹിറ്റായ സിനിമയാണ്. ഇത് കണ്ട് കരയാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി എനിക്കിത് എന്തായാലും വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഏകദേശം ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബുക്കാണെന്ന് എനിക്ക് തന്നെയാണ്. ഇനിയൊരു ബുക്കും കൂടിയുണ്ട്, അതും വായിക്കണം. അങ്ങനെ ഞാൻ ലൈബ്രറിയിൽ നിന്ന് ബുക്കെടുത്ത് വായിക്കും. പക്ഷെ വായിക്കുന്ന സമയം എന്ന് പറയുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച സമയം. ഞാൻ വായിക്കുന്നത് ഏകദേശം രാത്രിക്ക് 11:30 മണിയിലാവുമ്പോൾ വായിക്കും. അത് കുറച്ചെനക്കൊന്ന് വായിക്കണം. ഇപ്പം അധികമായ ഒരു സുഖം കൂടിയാണ്. വായനയിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, വായിച്ച് പകുതിയാക്കി വെച്ചാൽ പിറ്റൊരു ദിവസം എന്തായാലും അത് വായിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ കഥയുടെ പകുതി ഭാഗം നമ്മുടെ മനസ്സിലിങ്ങനെ ഇട്ട് അലയടിക്കുന്നുണ്ട്. ഗൈസ്, ഇത് ഏട്ടൻ്റെ പൊട്ടിത്തകർന്ന ഫോണാണ്, കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സമയം എന്തായാലും കാണിക്കണം എന്ന് വിചാരിച്ചു. 11:30 മണിയായി കേട്ടോ ഗൈസ്. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ മണിക്കൂറുകളൊന്നും വേണ്ട, 1/2 മണിക്കൂർ കഴിഞ്ഞ് 12 മണിയായി. 12 മണിയായി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലേ. ഞാനിത് വായിക്കട്ടെ, കുറച്ച് നേരം വായിക്കും. പിന്നെ വായിച്ച് നമുക്ക് ലേശോർക്കം വരെ അങ്ങനെ കിടക്കൂട്ടാം. എല്ലാവരും വായന ശീലാക്കണം കേട്ടോ. ഹലോ മുത്തുമണീസ്. അപ്പോൾ ഏകദേശം നൈറ്റ് 11:30 മണിയായി കേട്ടോ. 11:30 മണി കഴിയാറായി എന്ന് പറയാം കേട്ടോ. പിന്നെ ഇന്നല്ല, ഇപ്പം കുറേ നാളായി ഞാൻ ശീലമാക്കിയിട്ടുള്ളൊരു ശീലം എന്ന് പറയുന്നത് പുസ്തക വായനയാണ്. കുറേ എനിക്കിഷ്ടമാണ് കേട്ടോ പുസ്തകങ്ങൾ വായിക്കാനും ഇഷ്ടമാണ്. മറ്റുള്ളവർക്ക് കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. ഈ പുസ്തകം എല്ലാവർക്കും അറിയുന്ന നമ്മുടെ സുലഭമായൊരു നോവലാണ് നമ്മുടെ ആടുജീവിതം. ഇതിൻ്റെ സിനിമ വന്ന് കരയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇപ്പം പ്രവാസി ജീവിതത്തിൻ്റെ ഒരു അനുഭവ കഥ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എല്ലാവർക്കും അല്ലെങ്കിലും ചില പ്രവാസികൾ വളരെ കഷ്ടതയിൽ ഇതാക്കിയിട്ടുണ്ടാവും, നമുക്കറിയാം അല്ലേ. അപ്പം ഒരുപാട് ഫിലോസഫിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പോൾ പുസ്തക വായനയാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വായിക്കുമ്പം ഇപ്പം ജഗീഷേട്ടൻ നെവിയൊക്കെ എല്ലാവരും ഒരു സൈഡ് ഉറങ്ങി. അപ്പോൾ ആ സമയത്ത് എനിക്ക് വായിക്കാൻ പറ്റും. എനിക്ക് ഒച്ചയുണ്ടായിട്ട് വായിക്കുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിലിരുന്ന് വായിക്കാനും ഇഷ്ടം, സൗണ്ടൊന്നും കേൾക്കാതെ. അതിൽ ഞാൻ ആകെ കുറച്ച് ഭാഗങ്ങളെ വായിക്കൂ. ഒരു പുസ്തകം ഒരു ദിവസം എന്തായാലും തീർക്കാൻ എന്നെക്കൊണ്ടാവില്ല. ആവുന്നവരുണ്ടാവും ഗൈസ്, അപ്പോൾ എന്നെക്കൊണ്ടാവില്ല കേട്ടോ. അപ്പോൾ പകുതി ഭാഗങ്ങൾ ഞാൻ വായിക്കും, ഒറ്റട വെക്കും. പക്ഷെ വീണ്ടും വായിക്കാൻ എനിക്ക് തോന്നും. കാരണം എന്ന് വെച്ചാൽ ആ കഥയുടെ പകുതി എന്തായാലും അറിയണമെന്നൊരു വിചാരമുണ്ടാവും. അപ്പോൾ വായന എല്ലാവരും ശീലാക്കാൻ നോക്കാം കേട്ടോ. അതൊന്നും അല്ലാത്ത കാര്യം. അപ്പം ഞാൻ എൻ്റെ നൈറ്റിൽ ഞാൻ ഇങ്ങനെ ഒരു ഹോബി കൂടി ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായി. ശരിക്കും ഈ വായനനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടും കുറേ ആ ഒരു പഠിത്തത്തിൻ്റെ ഒരു നമ്മളിപ്പം പഠിക്കാത്തൊരു സമയം ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾ ജോബ് ചെയ്യുന്ന സമയമായി, ഇപ്പോൾ ജോബ് ചെയ്യുന്ന സമയമായാലും നമുക്ക് എന്തുണ്ട്, ഏതൊരു മനുഷ്യനും അക്ഷരത്തെറ്റ് വരാറുണ്ട്. പക്ഷെ വായിക്കുന്ന അക്ഷരങ്ങളും നല്ല ഓർമ്മയുണ്ടെങ്കിൽ അത് ഒരുവിധം എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് വരാറുണ്ട് കേട്ടോ കേസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, കുറച്ച് നോളജ് ഉണ്ടാവും വായനയിലൂടെ, കുറച്ച് അനുഭവങ്ങളുണ്ടാവും. നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നല്ല അനുഭവങ്ങളുണ്ടാവും, മോശം അനുഭവങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ കുറച്ച് നേരം വായിക്കും, കിടന്നുറങ്ങും. ബൈ, ഗുഡ് നൈറ്റ്.